ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആട്ടാ. നമ്മുടെ വിഷു അല്ലേ, വിഷുവിനുള്ള ഓരോ ഒരുക്കങ്ങളാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചക്ക വറുത്തു. നമ്മൾ ഓണത്തിന് നമ്മൾ കായ വറുക്കും അല്ലേ, അതുപോലെ വിഷുവിന് എല്ലാ വീട്ടിലും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചക്ക വറുത്തത്. വിഷുവിന് നമ്മൾ ചക്ക വറുക്കും, ചക്ക സുലഭമായിട്ട് കിട്ടില്ലേ. അപ്പോൾ ഞാനും ദേ ചക്ക വറുക്കുക, ഒരു വലിയ ചക്ക ഇട്ട് നന്നാക്കി വറുക്കുക കേട്ടോ. ചക്ക ഉച്ചയ്ക്ക് 2 മണി 3 മണിയായപ്പോൾ ചക്ക ഇട്ടതാണ്. ഞാനിപ്പോൾ ഇത് അരിയാനിരിക്കുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? രാത്രി 10 മണി. അങ്ങനെ 10 മണിയായിട്ടും എൻ്റെ ചക്ക നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കല്ലേ, അവശതയായിപ്പോയി. എന്നാലും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ചക്ക വറുക്കൽ പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ ചക്ക അരിഞ്ഞിങ്ങനെ വറുക്കുക. ഇപ്പം സമയം എത്രയെന്നറിയോ? ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. ഇന്നലെ രാത്രി 12 മണിക്കാണ് എല്ലാ പരിസരവാസികളും കിടന്നുറങ്ങി. അപ്പോഴാണ് ഞാൻ ചക്ക വറുക്കാൻ നിൽക്കുന്നത്. മുറ്റത്ത് അടുപ്പിൽ ആകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വിറകിട്ട് കത്തിച്ച് നമുക്ക് ശരിയാക്കി എടുക്കാമല്ലോ. അകത്തെ ഗ്യാസിൽ ചെറിയ അടുപ്പല്ലേ, അപ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒപ്പം പാകത്തിൽ എല്ലാ ചക്കയും കൂടി നമുക്ക് ഒരുപോലെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വിഷുവിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഈ ചക്ക വറുത്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചക്ക വറുക്കൽ പരിപാടിയാണ്. ചക്കയൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ചക്കയ്ക്കൊന്നും നമുക്ക് ക്ഷാമമില്ല. അപ്പോൾ ചക്ക ഇങ്ങനെ വറുത്ത് കോരി ഇഷ്ടം പോലെ ചക്ക വറുത്തുണ്ട് കേട്ടോ. ഒരു 3-4 കിലോ ഒക്കെ ഉണ്ടെന്നാണ് തോന്നണേ. എന്തായാലും 3 കിലോ കുറയാണ്ടുണ്ട്. അതിന് മാത്രം ചക്ക ഞാൻ വറുത്ത് കൂട്ടി. പക്ഷെ ഇതെങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ നല്ല രസമാട്ടാ. നമ്മുടെ കായ വറുത്തതിനേക്കാളൊക്കെ അടിപൊളി രസമാണ് നമ്മുടെ ചക്ക വറുത്തത്. കാണാനോ നല്ല കണിക്കൊന്ന പൂത്ത അതേപോലെ തന്നെയാണ് നമ്മുടെ ചക്ക വറുത്തത് കാണാനുള്ള ഒരു ഭംഗിയും. കണിക്കൊന്ന പൂത്ത് നിൽക്കുമ്പോൾ എത്ര ഭംഗിയുണ്ടോ അത്രയും ഭംഗി നമ്മുടെ ഈ ചക്ക വറുത്തതിന് ഉണ്ട് കേട്ടോ. അപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ചക്ക വറുക്കൽ ഒരു വിധത്തിലങ്ങോട്ട് കഴിച്ചു. പിന്നെ ഞാനത് ചൂടാറിയിട്ട് നല്ല പോലെ അതിൻ്റെ ആവി പോയില്ലെങ്കിൽ ചൂടാറാതെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ചക്കയൊക്കെ ചവ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ചൂടാറണ വരെ നോക്കിയിരിക്കണം. സത്യം പറയാലോ, വെളുപ്പിന് 3 മണിയായി എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ കേട്ടോ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ചക്ക മുഴുവനും വറുത്ത് കോരി അവശതയായി. അങ്ങനെ പിന്നെ ചൂടാറുന്ന വരെ നോക്കിയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 12 മണി 12:30 ആയിട്ടാ അത്താഴം കഴിച്ചപ്പോൾ. അവിടെ നിന്ന് 6 മണിക്ക് തൊട്ട് തുടങ്ങി അയച്ചല. അങ്ങനെ പിന്നെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരുമിച്ചെടുത്ത് വെക്കില്ല കേട്ടോ, ഓരോരോ പാക്കറ്റുകളിലാക്കിയിട്ട് വെക്കും. അതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഉപ്പേരി വറുത്തത് നല്ല ഫ്രഷായിട്ടിരിക്കും ചെയ്യും. നമ്മളിങ്ങനെ ഇടയ്ക്ക് എടുക്കുമ്പോൾ തണുത്തും പോകില്ല. അപ്പോൾ ഓരോ പാക്കറ്റിൽ നിന്നുള്ളത് നമുക്ക് എടുത്താൽ മതി. അങ്ങനെ ഞാനൊരു 5-6 പാക്കറ്റിലേക്ക് ആക്കി എല്ലാം പകർത്തി വെച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ചക്ക വറുത്തത്? ഇനിയിപ്പോൾ ആർക്കും ചക്ക ഇല്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ കേട്ടോ. ചക്കയൊക്കെ ഞാൻ തരാം. ചക്കയൊക്കെ വറുത്ത് നിങ്ങൾ വിഷു അടിച്ച് പൊളിക്ക്. ഇനിയിപ്പോൾ നാളത്തെ ഒരു ദിവസമല്ലേ ഉള്ളൂ. ഇന്നും നാളെയൊക്കെ ആയിട്ട് ചക്കയൊക്കെ വറുത്ത് അടിപൊളിയായിട്ട് ചക്ക വറുത്തതൊക്കെ കൂട്ടി നമുക്ക് അടിപൊളി വിഷു ആഘോഷിക്കാം. അപ്പോൾ കൂട്ടുകാരെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.